നമ്മളിന്ന് സോളിഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോളിഡ്സ് ഇപ്പോൾ സോളിഡിൽ ക്യൂബോയിഡ് ഉണ്ട്, ക്യൂബ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റിൽ പഠിക്കാൻ പോകുന്നത് കോണാണ്. കോൺ ദിസ് ഈസ് കോണിനൊരു റേഡിയസ് ഉണ്ട്, ആർ റേഡിയസ്. ഇറ്റ് ഹാസ് എ ഹൈറ്റ്, എച്ച് ഹൈറ്റ്. ഇറ്റ് ഹാസ് എ സ്ലാൻഡ് ഹൈറ്റ്, എൽ ഈക്വൽസ് സ്ലാൻഡ് ഹൈറ്റ്. ഇങ്ങനെ 3 മെഷേഴ്സാണ് നമുക്ക് ഉള്ളത്. ഇതിപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എൽ സ്ലാൻഡ് ഹൈറ്റ് ആണെങ്കിൽ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, ദെൻ എച്ച് ഈക്വൽസ് റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, ദെൻ ആർ ഈക്വൽസ് റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ചിലപ്പോൾ എല്ലോ എച്ചോ ആറോ നമുക്ക് തരാതിരിക്കുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുലകൾ, പൈതഗോറസ് തിയറം അനുസരിച്ചിട്ടുള്ള ഈ ഫോർമുലകൾ നമ്മൾ യൂസ് ചെയ്യാം. ഈ കോണിന് ബേസ് ഏരിയ ഉണ്ട്, ബേസ് ഏരിയ അല്ലേ? ബേസ് ഉണ്ടല്ലോ, അപ്പോൾ ബേസിന് ഒരു ഏരിയ ഉണ്ട്. ബേസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ബേസ് ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ. അതുപോലെ ഇതിനൊരു ബേസ് പെരിമീറ്റർ ഉണ്ട്. ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. ബേസ് പെരിമീറ്റർ ഉണ്ട്. ബേസ് ഏരിയ ഫൈൻഡ് ചെയ്യാനും ബേസ് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനും നമുക്ക് ചോദിക്കില്ല. പക്ഷേ നമുക്കിതിൻ്റെ വോളിയവും സർഫസ് ഏരിയയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ റേഡിയസിന് പകരം നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് റേഡിയസ് ബേസ് ഏരിയ ഓർ ബേസ് പെരിമീറ്റർ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കേണ്ടി വരും. അതിനാണ് ബേസ് ഏരിയയും ബേസ് പെരിമീറ്ററും എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിലൊരു LSA ഉണ്ട്, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ. LSA ലാറ്ററൽ സർഫസ് ഏരിയ ഓർ കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πRL ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ബേസ് ഏരിയ അല്ലേ? ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ദാറ്റ് ഈസ് ബേസ് ഏരിയ ഈസ് എന്താണ്? πr സ്ക്വയർ. ബേസ് ഏരിയ ഈസ് πr സ്ക്വയർ ആൻഡ് കർവ്ഡ് സർഫസ് ഏരിയ ഈസ് πRL. ഈ ഫോർമുല ഉപയോഗിച്ച് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് റെഡ്യൂസ് ഈ ഫോർമുലയെ നമുക്ക് കോമൺ ഫാക്ടർ മാറ്റിയിട്ട് πr × L+r എന്നാക്കാം. ഇതിനകത്ത് ഏത് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഈ ഫോർമുലയാണ് കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഏത് ഫോർമുല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഏത് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ കാണാം. അതുപോലെ ഇതിൽ വോളിയം കാണാനുണ്ട്. വോളിയം എന്ന് പറയുന്നത് 1/3 πr സ്ക്വയർ എച്ച് ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം അറിയാം, ടോട്ടൽ സർഫസ് ഏരിയ അറിയാം, കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ അറിയാം, ബേസ് ഏരിയ അറിയാം, ബേസ് പെരിമീറ്റർ അറിയാം. ഇത് നമുക്ക് ഇത്രയും അറിയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ റേഡിയസ് ഓഫ് എ കോൺ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ചിലപ്പോൾ റേഡിയസ് തരുന്നതിന് പകരം ഡയമീറ്റർ തരും. ഡയമീറ്റർ എന്നാൽ അതിൻ്റെ ഹാഫ് എടുത്താൽ റേഡിയസ് ആവും. ഡയമീറ്റർ ബൈ 2 ആണ് റേഡിയസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റേഡിയസ്, കോണിൻ്റെ റേഡിയസ് എന്നിട്ട് 3 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. നമുക്ക് കാണേണ്ടത് എന്തൊക്കെയാണ്? ഫൈൻഡ് കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് വോളിയം. R is given 3 centimeter, then H is given 4 centimeter. നമുക്ക് വോളിയം കാണാൻ 1/3 πr സ്ക്വയർ എച്ച് ആണ്. 6 H മാത്രം മതി വോളിയം കാണാൻ. 1/3 πr സ്ക്വയർ എച്ച് ആയതുകൊണ്ട് 6 H മാത്രം മതി വോളിയം കാണാൻ. ബട്ട് ടു ഫൈൻഡ് ദി കർവ്ഡ് സർഫസ് ഏരിയ ഓർ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് ഒരു മെഷർമെൻറ്റ് വേണം. എന്താണ്? L വേണം, സ്ലാൻഡ് ഹൈറ്റ് കൂടി വേണം. അപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് കാണാം, L കാണാനുള്ള ഫോർമുല എന്താണ്? L ഇവിടെ ഈ പൈതഗോറസ് തിയറം വെച്ചിട്ട് L ആണ് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ L ഈക്വൽസ് റൂട്ട് ഓഫ് H സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? L ഈക്വൽസ് റൂട്ട് ഓഫ് H സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. L ഈക്വൽസ് റൂട്ട് ഓഫ് H സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറയുന്ന ആ ഫോർമുല യൂസ് ചെയ്യാം. That is root of H. What is H? H is 4. 4 square plus
3 square, that is 16 plus 9, that is 25. Root of 25, root 25 equals 5. അപ്പോൾ നമുക്ക് ആ കോണിൻ്റെ എന്തെല്ലാം നമുക്ക് മെഷർ കിട്ടി? റേഡിയസ് 3 കിട്ടി, ഇത് ഹൈറ്റ് 4 ആണ്, സ്ലാൻഡ് ഹൈറ്റ് 5 ആണ്, എല്ലാം കിട്ടി. ഇത് നമുക്ക് 1 by 1 ആയിട്ട് കാണാം അല്ലേ? നമുക്ക് ഫസ്റ്റിൽ എന്ത് കാണാം? ഫസ്റ്റിൽ CSA ആണ്, കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽസ് പൈ RL ആണ്, പൈ RL. ദാറ്റ് ഈസ് പൈ ഇൻറ്റു R ഈക്വൽസ് 3 ഇൻറ്റു L ഈക്വൽസ് 5, ദാറ്റ് ഈസ് 15 പൈ എന്ന് പറയാം. ദാറ്റ് ഈസ് 15 ഇൻറ്റു 3.14 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ ഇട്ടുവേണ്ടി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. വി ഹാവ് 2 ഫോർമുലാസ് ടോട്ടൽ സർഫസ് ഏരിയ, പൈ R സ്ക്വയർ പ്ലസ് പൈ RL ഓർ പൈ R ഇൻറ്റു L പ്ലസ് R. പക്ഷേ ഞാൻ ഈ ഫോർമുലയാണ് ചൂസ് ചെയ്യുന്നത്, അതാണ് കുറച്ച് എളുപ്പം. ദാറ്റ് ഈസ് പൈ R ഇൻറ്റു L പ്ലസ് R, അതാണ് കുറച്ചും കൂടി നല്ല ഫോർമുല. Then pi into R is, we know that R is 3 and L is 5 and again R equals 3. Okay, then 3 pi into 3 into 5 plus 3, that is 8, 24 pi, which is equal to 24 into 3.14. Okay, അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ഓർ മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. പൈ RL, പൈ ഇൻറ്റു R ഇൻറ്റു L പ്ലസ് R. L 5 ആണ്, R 3 ആണ്, L R കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആണ്. 8 ഇൻറ്റു 3 24 പൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് വോളിയം. എങ്ങനെയാണ് നമ്മൾ വോളിയം ഫൈൻഡ് ചെയ്യുന്നത്? വോളിയം ഈസ് 1/3 പൈ R സ്ക്വയർ H ആണ്. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു R ഈസ് 3, 3 ഇൻറ്റു 3 സ്ക്വയർ, H ഈക്വൽസ് 4. 3 3 കട്ട് ചെയ്ത് പോയി. 3 ഇൻറ്റു 4 12 പൈ, വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 3.14. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ്. വോളിയം ആകുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ഇത്രയും ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. കോണിൻ്റെ ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ ടെൻറ്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ കോൺ. ഇപ്പോൾ ടെൻറ്റ് എന്ന് പറയുന്നത് കോണിൻ്റെ ഷേപ്പിലാണ്. ഇപ്പോൾ ടെൻറ്റാണിത്. ടെൻറ്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ കോൺ. ഇത് കോണിൻ്റെ ഷേപ്പിലാണ്, കോണിൻ്റെ ഷേപ്പിലാണ്. ദി ബേസ് ഏരിയ ഓഫ് ദി ടെൻറ്റ്. വാട്ട് ഈസ് ബേസ് ഏരിയ? ബേസ് ഏരിയ ഈസ് പൈ R സ്ക്വയർ. ബേസ് ഏരിയ ഈസ് ദി ടെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 25 പൈ മീറ്റർ സ്ക്വയർ ആണ് ബേസ് ഏരിയ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 12 മീറ്റർ. ഹൈറ്റ് 12 മീറ്ററാണ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് റേഡിയസ് ഇല്ല, ബേസ് ഏരിയ 25 പൈ മീറ്റർ സ്ക്വയർ ആണ്. ടു മേക്ക് ദിസ് ടെൻറ്റ് ഫൈൻഡ് ദി കോസ്റ്റ് ഇഫ് 1 മീറ്റർ സ്ക്വയർ ഓഫ് ക്യാൻവാസ് കോസ്റ്റ് ₹200. 1 മീറ്റർ സ്ക്വയർ ക്യാൻവാസ് 200 റുപ്പീസാണ് അതിൻ്റെ കോസ്റ്റ്. എങ്കിൽ ഈ ടെൻറ്റ് നമ്മൾ മേക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കാണണം. അപ്പോൾ ടെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് താഴെ ഒന്നും വേണ്ട, ഇതിൻ്റെ കർവ്ഡ് സർഫസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയല്ലേ ടെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ കർവ്ഡ് സർഫസിൽ മാത്രമേ ക്യാൻവാസിൻ്റെ ആവശ്യമുള്ളൂ, ഫ്ലോറിൽ ക്യാൻവാസ് വേണ്ട. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാൽ മതി. കർവ്ഡ് സർഫസ് ഏരിയ ആണെങ്കിൽ റേഡിയസ് ഫസ്റ്റ് വേണം. വി ഹാവ് പൈ R സ്ക്വയർ ഈക്വൽസ് 25 പൈ അല്ലേ? ബേസ് ഏരിയ 25 പൈ ആണ്. ദെൻ R സ്ക്വയർ ഈക്വൽസ് വാട്ട്? 25 പൈ ബൈ ഈ പൈ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. പൈയും കട്ട് ചെയ്തപ്പോൾ 25. ദെൻ R ഈക്വൽസ് √25, ദാറ്റ് ഈസ് 5 മീറ്റർ ആണ് R. വി ഹാവ് ഹൈറ്റ്, വി ഹാവ് റേഡിയസ്. കർവ്ഡ് സർഫസ് ഏരിയ ഓർ ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? L വേണം. L നമുക്കറിയില്ല, L ഈസ് നോട്ട് ഗിവൺ. ദെൻ L കാണാനുള്ള ഫോർമുല എന്താണ്? L ഈക്വൽസ് H സ്ക്വയർ പ്ലസ് R സ്ക്വയർ. That is root of what is H? H is 12. 12 square plus 5 square. That is 12 into square 144 plus 25. That is root of 169 എന്ന് പറയുന്നത് 13 ആണ്. L കിട്ടി. ഇനി നമുക്ക് ക്യാൻവാസ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ ആണല്ലോ അല്ലേ? CSA കർവ്ഡ് സർഫസ് ഏരിയ ആണെങ്കിൽ പൈ RL ആണ് അല്ലേ? ദാറ്റ് ഈസ് പൈ ഇൻറ്റു വാട്ട് ഈസ് R? R is 5. R is 5 into L is 13 ആണ്. L 30. അപ്പോൾ എത്ര കിട്ടി?
12 ഇൻറ്റു 5 എന്ന് പറയുന്നത് 65 5 കിട്ടി. ദാറ്റ് ഈസ് 65 ഇൻറ്റു 3.14. അപ്പോൾ 65നെ നമ്മൾ 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3.14 കൊണ്ട് 65നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. 5 ഇൻറ്റു 4 20, റിമൈൻഡർ 2, 1 ഇൻറ്റു 5 2 ആകുമ്പോൾ 7, 3 ഇൻറ്റു 5 50, 60 ഇൻറ്റു 4 24, റിമൈൻഡർ 2, 1 ഇൻറ്റു 6 പ്ലസ് 2 8, 3 ഇൻറ്റു 6 80. ഓക്കെ, ശരിയാണെന്ന് തോന്നുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, തെറ്റിട്ട് പറയണേ. 0 7 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 11 ആണ്. 11 9, 9 പ്ലസ് 4 14, റിമൈൻഡർ 1, 1ഉം 8 9 10, റിമൈൻഡർ 1 2. ശരിയല്ലേ? യെസ്. 0 7 4 11, റിമൈൻഡർ 1 9 14, റിമൈൻഡർ 1 2 10, റിമൈൻഡർ 1 2. അപ്പോൾ 3.14 എന്നല്ലേ? അപ്പോൾ 3.14 നമ്മൾ 2 പ്ലേസ് നമ്മൾ വിട്ട് പോയിൻ്റ് ഇട്ടു. ദാറ്റ് ഈസ് 214 and 1 മീറ്റർ സ്ക്വയറാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഇനി കോസ്റ്റ് ഓഫ് ടെൻറ്റിനുള്ള കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 200 റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയറിന് കാണാൻ എന്ത് ചെയ്യണം? ഇത്രയും മീറ്റർ സ്ക്വയറിന് 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും റുപ്പീസ് നമുക്ക് കിട്ടും. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 0 2, 2 ഇൻറ്റു 4 4, 2 zeros ഇട്ടു, ഒരു പോയിൻ്റ് ഇട്ടു, അത് കട്ട് ചെയ്തത്. അപ്പോൾ 4820 ആണോ? അത് 40,820 40,820 റുപ്പീസാണ് നമുക്ക് ഇതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു അല്ലേ? അപ്പോൾ കോൺ നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് ഈ കോണിനോട് ചേർത്ത് പഠിക്കാവുന്ന കുറച്ച് സോളിഡുകളാണ് സ്പിയർ എന്ന് പറയുന്നത് ഇതാണ് സ്പിയറിനൊരു റേഡിയസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല സ്പിയറിന്. ഇതിനെന്തുണ്ട്? ഇത് ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ടല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ മീൻ ഈസ് 4/3 πr³. സോറി 4 πr². വോളിയമാണ് ഓർത്ത് 4 πr². ഇറ്റ്സ് വോളിയം ഈസ് 4/3 πr³. ഇത്രയേ ഉള്ളൂ സ്പിയർ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ഹെമിസ്ഫിയർ കൂടി ചേർത്ത് പിടിച്ചേക്കാം. ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ആ ഹെമിസ്ഫിയർ ഇങ്ങനെയാണ് ഇരിക്കുക. റേഡിയസ് ഇങ്ങോട്ടുണ്ട്, അപ്പോൾ റേഡിയസ് ഇങ്ങോട്ടും കൂടെ വരയ്ക്കാം. റേഡിയസാണ്. ഓക്കെ, ഹെമിസ്ഫിയർ. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 3 πr². ഇതിന് ബേസ് ഏരിയ ഉണ്ട് πr², നമുക്ക് വീണോ. കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 πr² ആണ്. ഇറ്റ്സ് വോളിയം ഈസ് 2/3 πr³ ആണ്. അപ്പോൾ സ്ഫിയർ ആൻഡ് ഹെമി സ്ഫിയർ. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ നമുക്കറിയാം, ഫോർമുലയുണ്ട്. വോളിയം കാണാൻ ഫോർമുലയുണ്ട്. റേഡിയസ് എന്നാൽ നമുക്ക് വേറെ മെഷേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് റേഡിയസ് എന്നാൽ നമുക്ക് ഈസി ആയിട്ടത് കാണാൻ പറ്റും അല്ലേ? ഇപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ അതിന് പകരം വേറൊരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഈസ് 36 π cm. ഒരു സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 36 π cm² ആണ്. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. അതിൻ്റെ വോളിയം കാണാനാണ് ചോദിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? 4 πr². 4 πr² ഈക്വൽസ് 36 π cm² അല്ലേ? നമുക്ക് ഇവിടുന്ന് R ഫൈൻഡ് ചെയ്യാലോ. ദെൻ R² ഈക്വൽസ് 36 π ബൈ 4π. പയ്യും പട്ട ചെയ്ത് 9 കിട്ടി. ദെൻ R ഈക്വൽസ് റൂട്ട് ഓഫ്, ചെറിയ കുട്ടിക്ക് അറിയണതാണ്, ഒന്നാമത് മഴ അവിടെ അപ്പോഴേ. ഓക്കെ, 3. R ഈക്വൽസ് 3 എന്ന് കിട്ടി. ഇനി ഫൈൻഡ് ഇറ്റ്സ് വോളിയം എന്നാണ്. സ്പിയറിൻ്റെ വോളിയം കാണാൻ ഈസി അല്ലേ? സ്പിയറിൻ്റെ വോളിയം കാണാൻ നമ്മൾ എന്ത് ചെയ്യണ്ടേ? വോളിയം ഈസ് 4/3 πr³
ക്യൂബ്. ദാറ്റ് ഈസ് 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ഈസ് 3. 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറയാമല്ലോ. 3യും 3യും കട്ട് ചെയ്തു. 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 4 36. കറണ്ടും പോയി. 36. അപ്പോൾ നമുക്ക് കിട്ടി 36 എന്ന് കിട്ടി അല്ലേ. 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കൊരു പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ ഒരു കാര്യം കണ്ടോ, ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയും 36 പൈ ആണ്, വോളിയവും 36 പൈ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സ്പിയർ ഹാസ് സെയിം ഏരിയ ആൻഡ് വോളിയം, വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ് എന്ന് ചോദിക്കാലോ ആണെങ്കിൽ അല്ലേ. അപ്പോൾ 3 റേഡിയസ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ വോളിയവും അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഈക്വലായിരിക്കും. ഇത് പ്രോബ്ലം അല്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. ഇത് കറക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 4/3 ഇൻറ്റു പൈ ആർ ക്യൂബ്. ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ 3യും 3യും കട്ട് ചെയ്ത് പോയി. 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 4 ഓക്കെ 36 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ വോളിയം കിട്ടി. ഇനി പിന്നെന്താണ് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ. ഈ സ്പിയർ നമ്മൾ എന്താണ് 2 പാർട്സ് ആക്കി. ഈ സ്പിയർ 2 പാർട്സ് ആക്കി. കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഈ ഒരു പീസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ്, വി ഹാവ് ഹിയർ എ ഹെമിസ്ഫിയർ അല്ലേ. ഒരു ഹെമിസ്ഫിയറാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്താണ്, ഇത് ഈ സ്പിയർ ഇങ്ങനെ കട്ട് ചെയ്താലും അതിൻ്റെ റേഡിയസിന് എന്താണ് ചേഞ്ച് ഒന്നും വരില്ല. റേഡിയസും എന്താണ് സെയിം റേഡിയസ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ്സ് റേഡിയസ് ഈസ് ഓൾസോ 3 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് എന്താണ് TSA. ഹെമിസ്ഫിയറിൻ്റെ TSA ആണല്ലോ. ഫോർമുല എന്താണ്, 3 പൈ ആർ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് 3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ മീൻസ് 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 3 27 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 27 ഇൻറ്റു 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇതിൻ്റെ വോളിയവും 36 ഇൻറ്റു 3.14 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 3.14 അല്ലെങ്കിൽ 22/7 ഇട്ടാലും ശരിയാണ്. 22/7 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ. ഇപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു, അതൊരു സ്പിയറാണ്. ആ സ്പിയറിന് റേഡിയസ് തരാതെ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ട് അതിൻ്റെ വോളിയം കാണാൻ ചോദിച്ചു. ടോട്ടൽ സർഫസ് ഏരിയയിൽ നിന്ന് ആ ഫോർമുല നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് റേഡിയസ് 3 ആണെന്ന് നമ്മൾ കണ്ടു. എന്നിട്ട് ഇതിനെ കട്ട് ഇൻറ്റു 2 പീസസ് എന്ന് പറയുന്നത്, അത് 2 ഹെമിസ്ഫിയർ ആക്കി, 2 ഹെമിസ്ഫിയേഴ്സ് ആക്കി. ഹെമിസ്ഫിയർ ആക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ റേഡിയസിന് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ സെയിം റേഡിയസ് ഉള്ള ഒരു ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കാണാൻ ചോദിച്ചാൽ എങ്ങനെയാണോ അങ്ങനെ ചെയ്താൽ മതി. കണ്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 more ക്വസ്റ്റ്യൻ. അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A sphere of radius 9 centimeter is melted to make a cone of radius 3 centimeter. Find the height of the cone. സോറി, ഇപ്പോൾ കോണിൻ്റെ ഹൈറ്റ് ആണ്. ഇപ്പോൾ എന്താണ്, ഒരു സ്പിയറാണ്. ആ സ്പിയറിന് 9 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. ആ സ്പിയർ മെൽറ്റ് ചെയ്തിട്ട് നമ്മളൊരു കോണാണ് ഉണ്ടാക്കിയത്. കോണിൻ്റെ റേഡിയസ് 3 ആണ്. പക്ഷേ അതിൻ്റെ എച്ച് എത്രയാണെന്ന് അറിയില്ല. എച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സ്പിയർ മെൽറ്റ് ചെയ്തിട്ട് കോൺ ഉണ്ടാക്കിയാൽ ഈ സ്പിയറിൻ്റെ സെയിം വോളിയം തന്നെയായിരിക്കും കോണിന്. വോളിയത്തിന് ചേഞ്ച് ഒന്നും വരില്ല. കാരണം ഇതൊരു സോളിഡാണിത്. ഇത് ഹോളോ അല്ല, അകത്ത് സോളിഡാണ്. അപ്പോൾ സോളിഡായിട്ടുള്ള ഏതൊരു സാധനവും മെൽറ്റ് ചെയ്തിട്ട് വേറൊരു സാധനം ഉണ്ടാക്കിയാൽ, വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ വോളിയം എപ്പോഴും സെയിം ആയിരിക്കും. അതിനകത്ത് കണ്ടൻറ്റ് സെയിം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, കോണിൻ്റെ ഹൈറ്റാണ് കാണേണ്ടത്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്, ദ റേഡിയസ് ഓഫ് ദി സ്പിയർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എന്താണ് വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് അല്ലേ. അതല്ലേ ഉണ്ടാക്കുന്ന സാധനം, അതല്ലേ നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വോളിയം ഓഫ് മേക്ക് ചെയ്യുന്നത് വോളിയം ഓഫ് കോൺ, അതാണ് പുതിയതായിട്ട് മേക്ക് ചെയ്യുന്നത്. വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് ഈ മെൽറ്റ് ചെയ്യുന്ന സ്പിയറിൻ്റെ വോളിയം തന്നെയായിരിക്കും. മെൽറ്റ് ചെയ്യുന്ന സ്പിയറിൻ്റെ വോളിയം തന്നെയായിരിക്കും.
സെയിം വോളിയം ആയിരിക്കും. വോളിയം ഓഫ് കോൺ കാണാനുള്ള ഫോർമുല നമുക്കറിയാലോ. എന്താണ്? 1/3 പൈ സ്മോൾ ആർ ഇടാം, r²h. ഓക്കെ. വോളിയം ഓഫ് സ്ഫിയറോ 4/3 പൈ, ഒരു ക്യാപിറ്റൽ ആർ ഇടാം. ഈ 2 ആർസും സെയിം അല്ലല്ലോ, ഇങ്ങനെ എഴുതാം. ദെൻ ഇപ്പോഴേ 3 കട്ട് ചെയ്ത് കളഞ്ഞേക്കാം, പയ്യും കട്ട് ചെയ്തേക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി ഈ ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ്. ഏത് റേഡിയസ് ഉള്ള കോണാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്? 3 റേഡിയസ് ഉള്ള കോണാണ് മേക്ക് ചെയ്യുന്നത്. ദെൻ 3 × 3 × h = 4 ഹിയർ ആർ. ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഈ മെൽറ്റ് ചെയ്യുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. മെൽറ്റ് ചെയ്യുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ്? 9 ആണ്. അപ്പോൾ 4 × 9 × 9 × 9. ഓക്കെ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി കോൺ. എച്ച് അവിടെ നമ്മൾ നിർത്തുക. എന്നിട്ട് ബാലൻസ് ഉള്ള 3 × 3 നമുക്ക് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. 3 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ 3 കിട്ടി. ഈ 3 കട്ട് ചെയ്ത് പോയി. h = 9 × 9 81. 81 × 4 4 32. 324 meter is the, or centimeter. 324 centimeter is the height of the cone we made. അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്പിയർ മെൽറ്റ് ചെയ്തിട്ട് കോൺ ഉണ്ടാക്കുന്നു, കോൺ മേക്ക് ചെയ്യുന്നു. ആ കോണിൻ്റെ ഹൈറ്റ് എന്ത്? ആ കോണിൻ്റെ റേഡിയസ് ഉണ്ട്, സ്പിയറിൻ്റെ റേഡിയസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്തായിരുന്നു അതിനകത്തുള്ള ഒരു ലോജിക്ക്? ഈ ഒരു സർട്ടൻ വോളിയമുള്ള ഒരു ഒബ്ജക്റ്റ് മെൽറ്റ് ചെയ്തിട്ട് വേറെ എന്ത് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാലും വോളിയം സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തു? വോളിയം ഓഫ് ദി കോൺ എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്പിയറിന് ഈക്വൽ ആണെന്ന് എഴുതി. വോളിയം ഓഫ് കോൺ കാണാനുള്ള ഫോർമുല എഴുതി. വോളിയം കാണാനുള്ള സ്പിയർ കാണാനുള്ള ഫോർമുല എഴുതി. രണ്ടിൻ്റെയും ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എച്ച് അറിയില്ല, എച്ച് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് എച്ച് അവിടെ നിർത്തിയിട്ട് ബാക്കി അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ h 324 എന്ന് കിട്ടി അല്ലേ? 3 കട്ട് ചെയ്തപ്പോൾ 9 കട്ട് ചെയ്ത് പോയി. 9 × 9 81 ആണ്. 81 × 4 324 ആണ്. സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷേ ഇത് ചില കുട്ടികൾക്ക് ടഫായിരിക്കും ഇതിൻ്റെ ഐഡിയ മനസ്സിലായില്ലെങ്കിൽ. പക്ഷേ ഇത് എക്സാമിന് വരാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും ആണ്. ഓക്കെ.